അതിമനോഹരമായ ദൃശ്യങ്ങൾ, സംഗീതം, താളാത്മകമായ മേളങ്ങൾ എന്നിവയിലൂടെ ദേവതകളെ ഉണർത്തുന്നത് ആരാധനയുമായി ബന്ധപ്പെട്ട ഒരു പുരാതന പാരമ്പര്യമാണ്. കളമെഴുത്ത് കേരളത്തിൽ നിന്നുള്ള ഊർജ്ജസ്വലമായ ഒരു ആചാരപരമായ കലയാണ്. അവിടെ നിറമുള്ള പൊടികൾ ഉപയോഗിച്ച് ദേവതകളുടെ രൂപങ്ങൾ തറയിൽ വരയ്ക്കുകയും ആചാരങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. ക്ഷേത്രങ്ങളിൽ അവതരിപ്പിക്കപ്പെടുന്ന ഈ കലാരൂപം തിന്മകൾ നീക്കം ചെയ്യുമെന്നും ഭാഗ്യം കൊണ്ടുവരുമെന്നും കുടുംബങ്ങൾക്കും ഗ്രാമങ്ങൾക്കും സമൃദ്ധി ഉറപ്പാക്കുമെന്നും വിശ്വസിക്കുന്നു. കളമെഴുത്തിന്റെ ഉത്ഭവം കൃത്യമായി വ്യക്തമല്ല. ഇന്നത്തെ കേരളം, തമിഴ്നാട്, ശ്രീലങ്ക എന്നിവയുടെ ഭാഗങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. കേരളത്തിന്റെ വടക്കൻ ഭാഗങ്ങളിൽ ഈ കലാരൂപം കളംപാട്ട് എന്നും തെക്കൻ ഭാഗങ്ങളിൽ കളമെഴുത്ത് പാട്ട് എന്നും അറിയപ്പെടുന്നു. തൃശ്ശൂരിലെ ധൂമക്കളി, തമിഴ്നാട്ടിലെ കളം കറുപ്പൈ എന്നിങ്ങനെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ ഈ കലാരൂപം വ്യത്യസ്ത പേരുകളിലും അറിയപ്പെടുന്നു. തെക്കൻ കേരളത്തിൽ കളമെഴുത്ത് മുടിയാട്ട് എന്ന ആചാരത്തോടൊപ്പം നടത്തിവരുന്നു. ഉത്സവവേളകളിൽ ഭദ്രകാളി ക്ഷേത്രത്തിലും അയ്യപ്പൻകാവ്, സർപ്പക്കാവ് എന്നിവിടങ്ങളിലാണ് കളമെഴുത്ത് അവതരിപ്പിക്കുന്നത്. കുറുപ്പ്, തീയടി നമ്പ്യാർ, തീയടി ഉണ്ണി തുടങ്ങിയ വിഭാഗക്കാരാണ് കളമെഴുത്ത് പ്രധാനമായും പരിശീലിക്കുന്നത്. രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന പാട്ടുകൾ, പ്രത്യേക പ്രകടനങ്ങൾ, തീ ഉപയോഗിച്ചുള്ള ആചാര നൃത്തങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഈ ആചാരം നിരവധി ദിനങ്ങൾ നീണ്ടു നിൽക്കുന്നു. അവസാനം സാധാരണയായി പ്രകടനത്തിന് ശേഷം കളം നശിപ്പിക്കുന്നു. ഇത് ജീവിതത്തിന്റെ അനിശ്ചിതത്വത്തെയും ഭൗതിക സ്വത്തുക്കളെക്കാൾ ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിന്റെ ആവശ്യകതയെയും പ്രതീകപ്പെടുത്തുന്നു. ഉത്സവകാലത്ത് സാധാരണയായി നവംബർ മുതൽ മെയ് വരെയുള്ള കാലയളവിൽ ക്ഷേത്രങ്ങളിൽ കളമെഴുത്ത് അവതരിപ്പിക്കാറുണ്ട്. ചിലപ്പോൾ വീടുകളിലും കൂട്ടുകുടുംബങ്ങൾക്കും വേണ്ടിയും ഇത് അവതരിപ്പിക്കാറുണ്ട്. കേരളത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു സവിശേഷവും പ്രാധാന്യമുള്ളതുമായ കലാരൂപമാണ് കളമെഴുത്ത്.